സർക്കാർ ഔദാര്യമോ എന്നതാണ് ചോദ്യം. മുഖ്യമന്ത്രിയുടെ പ്രസംഗം തുടങ്ങുന്നത് ഇങ്ങനെയായിരുന്നു: ഇത് സ്ത്രീകൾക്കുള്ള ആദരവാണ്, സർക്കാരിൻ്റെ ഔദാര്യമല്ല എന്നതായിരുന്നു. അന്നത്തെ പഞ്ച് ലൈനായിരുന്നു ഇന്ദിരാ പ്രിയദർശിനി എന്ന സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര തുടങ്ങുമ്പോഴുള്ള മുഖ്യമന്ത്രിയുടെ വാചകം. ഇന്നിപ്പോൾ 2.5 മാസം കഴിഞ്ഞ് 3-ാമത്തെ മാസത്തിലേക്ക് എത്തുമ്പോൾ സ്ത്രീകൾക്ക് അപമാനമായി ഈ യാത്ര മാറുന്നുണ്ടോ എന്ന് പൊതുജനം സംശയിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, CP ജോൺ സ്വയം വിശേഷിപ്പിക്കുന്നത് അത് ഇപ്പോൾ ഇന്ത്യയിൽ അധികാരത്തിലുള്ള ഏക കമ്മ്യൂണിസ്റ്റ് മന്ത്രി എന്ന നിലയിലാണ്. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനായിരുന്നു, കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു. അദ്ദേഹം CPM എന്ന് പറയുന്ന പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട തലങ്ങളിൽ അദ്ദേഹം ഇന്നുണ്ടാകുമായിരുന്നു, ഇന്ന് അദ്ദേഹം ആ പാർട്ടിയിൽ തുടർന്നിരുന്നെങ്കിൽ. ഞാൻ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ 69 വയസ്സുണ്ട് അദ്ദേഹത്തിന്. 29 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം, എനിക്ക് തോന്നുന്നു, അദ്ദേഹം പാർട്ടി വിട്ടുപോകുന്നത്. അതായത് 40 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം CPM-ഉമായിട്ടുള്ള യാത്ര അവസാനിപ്പിച്ചതാണ്. അപ്പോൾ അദ്ദേഹത്തെ നയിക്കുന്ന വിചാരങ്ങൾ പിന്നീട് ഇങ്ങോട്ട് UDF-നെയും കോൺഗ്രസിനെയും നയിക്കുന്ന പൊതുബോധം തന്നെയാണ്. എപ്പോഴും ലിബറലായിട്ടുള്ള ആശയങ്ങൾക്ക് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുന്ന CP ജോണിനെയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. താൻ ആ അർത്ഥത്തിൽ ഒരു ക്ലാസിക്കൽ മാർക്സിസ്റ്റേ അല്ല ഈ CP ജോൺ എന്നുള്ളത്. അതുകൊണ്ട് ഒരു മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ലേബിൾ CP ജോണിന് ചാർത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം അത് അവകാശപ്പെടുമെന്നും എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഒരു ന്യൂ ലിബറലായിട്ടുള്ള ഒരു മനുഷ്യരാണ്. ന്യൂ ലിബറലായിട്ടുള്ള മനുഷ്യരുടെ എല്ലാം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. സർക്കാരിൻ്റെ സർവീസുകൾ കൈപ്പറ്റുന്ന ആളുകളോട് അവർക്ക് ആ അർത്ഥത്തിലുള്ള ഒരു പുച്ഛം അവരുടെ മുഖത്ത് എപ്പോഴും ഉണ്ടാവും. സർക്കാർ സർവീസ്, സൗജന്യം, സർക്കാർ സേവനം എന്നൊക്കെ പറയുന്നതിനെ നിരന്തരം ഒരു പുച്ഛബുദ്ധിയോടുകൂടി നോക്കുന്ന മനുഷ്യർ ഈ ന്യൂ ലിബറൽ സ്കൂളിൽപ്പെട്ടവരുണ്ട്. അതുകൊണ്ട് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, സർക്കാർ ഒരു ഫെസിലിറ്റേറ്റർ മാത്രമായിട്ടിരിക്കുക എന്ന ആശയത്തിൻ്റെ ആളാണ്. ആസൂത്രണ ബോർഡിലായിരുന്നപ്പോഴും CP ജോണിൻ്റെ നിലപാട് മറ്റൊന്നായിരുന്നില്ല എന്നതാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ കാലം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ചില പോളിസികളെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല, അത് മറ്റൊരു ഘട്ടത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന 3 അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അതിലൊന്ന്, എങ്ങനെയാണ് ഇത് അപമാനിച്ചിരിക്കുന്നത് എന്നതാണ്. 2, വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. 3, അദ്ദേഹം ഈ പോവർട്ടിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതും ബിഹേവിയറൽ എക്കണോമിക്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതുമായിട്ട് ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ബിഹേവിയറൽ എക്കണോമിക്സിൻ്റെ വളരെ രസകരമായൊരു പഠനശാഖയാണ്. നമ്മുടെ മനഃശാസ്ത്രവും നമ്മളുടെ പർച്ചേസിങ്ങും നമ്മളുടെ റാഷണാലിറ്റി, എങ്ങനെയാണ് നിങ്ങളൊരു പ്രത്യേക സാമ്പത്തിക അവസ്ഥയിൽ ഒരു പ്രത്യേക പബ്ലിക് പോളിസിയോട്, ഒരു എക്കണോമിക് പോളിസിയോട് സാധാരണ ജനങ്ങൾ പ്രതികരിക്കുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നതിന് നിശ്ചിതമായിട്ടുള്ള അക്കാഡമിക് ഫ്രെയിമുകളുണ്ട്. ഇതിനുള്ളിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഇത് വിശദീകരിക്കാൻ ശ്രമിച്ചതെന്നാണ് ഞാൻ കരുതിയത്. ഞാൻ ആ പ്രസംഗം കേൾക്കുമ്പോൾ ഇതൊരു അക്കാഡമിക് സ്പീച്ചിൻ്റെ തുടക്കമാണ്, പക്ഷെ പറഞ്ഞു വന്നപ്പോൾ തനി വഷളൻ പ്രസംഗമായി തീർന്നു. എങ്ങനെയാണ് പോവർട്ടി അഭിനയിക്കുന്നു എന്ന് പറഞ്ഞതിലൂടെ? അതൊരു കോമൺ സൈക്കയാണെന്നേ. കാര്യം റേഷൻ കടയിൽ പോകുന്ന ആളുകൾ, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, ഈ സൗജന്യം പറ്റുന്ന മനുഷ്യർ, അവരൊന്നുകിൽ 2 തരത്തിൽപ്പെട്ടവരാവാനേ സാധ്യതയുള്ളൂ. ഒന്നുകിൽ ലുംപൻ പ്രോലിറ്റേറിയറ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന പെറുക്കികൾ എന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നൊരു വിഭാഗമുണ്ട്. എന്ന് പറഞ്ഞാൽ ക്ലാസ് കോൺഷ്യസ് അല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ഈ പറയുന്ന തൊഴിലാളി വർഗത്തിൽപ്പെട്ടവരല്ലാത്ത ആളുകൾ. പിന്നെയുള്ള ആളുകൾ തൊഴിലാളി വർഗത്തിൽപ്പെട്ട ആളുകൾ, ഡെയിലി വേജസ് ആയിട്ടുള്ള ആളുകൾ, കാര്യമായ വരുമാനമില്ലാത്ത ആളുകൾ. പിന്നെ ഈ സൗജന്യമൊക്കെ പറ്റാൻ പോകുന്ന ചില കള്ളന്മാർ, അതായത് APLൻ്റെ റേഷൻ കാർഡിന് യോഗ്യതയുണ്ടായിരുന്നിട്ടും BPLൻ്റെ റേഷൻ കാർഡിന് വേണ്ടിയിട്ട് കള്ളത്തരം കാണിക്കുന്ന മനുഷ്യർ എന്ന് പറഞ്ഞാൽ കള്ളന്മാർ. യഥാർത്ഥത്തിൽ ഇവിടെ എനിക്ക് ഏറ്റവും വേദനിക്കുന്നത് അങ്ങനെയൊരു ഡെഫിനിഷൻ, അങ്ങനെയൊരു വിളി ഈ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് സമ്മാനിച്ചു എന്നുള്ളതാണ്. നാളെ ഈ ഇന്ദിരാ പ്രിയദർശിനി ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു തൊഴിലാളി, കശുവണ്ടി തൊഴിലാളി ഓഫീസിൽ പോകുന്നതോ ഇല്ലെങ്കിൽ ഡെയിലി വേജ് ചെയ്യുന്നതോ, മത്സ്യത്തൊഴിലാളിയായിട്ടുള്ള ഒരു സ്ത്രീയോ സാധാരണക്കാരിയായിട്ടുള്ള സ്ത്രീ അന്ന് പണിക്ക് പോകാതെ ഒന്ന് മുഷിയാത്ത വസ്ത്രമിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത്യാവശ്യം നന്നായിട്ടൊക്കെ ഒരുങ്ങി ഏതെങ്കിലും ഒരു പരിപാടിയിൽ പോകാൻ വേണ്ടിയിട്ട് അന്ന് ജോലിക്ക് പോകാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരാളുടെ മനസ്സിൽ കിടക്കുന്ന വികാരം എന്തായിരിക്കും? പ്രൈവറ്റ് സ്കൂളിലായിരിക്കും മകനെ ചേർത്തിട്ടുണ്ടാവുക. എന്നിട്ട് ഇതാ ഇറങ്ങി നടക്കുന്നു ഇന്ദിരാ പ്രിയദർശിനി ബസ്സിൽ സൗജന്യം പറ്റാൻ എന്ന പൊതുബോധം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഈ വാചകം. യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കോളല്ലേ. നാളെ നിങ്ങൾ ഒരു വിഭാഗത്തെ എങ്ങനെയാണ് ഇനി സമൂഹം കാണാൻ പോകുന്നത് എന്നുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എനിക്ക് സംശയം ഇതാണ്: ഈ സർക്കാരിനോട് കേരളത്തിലെ ഏതെങ്കിലും ഒരു തൊഴിലെടുക്കുന്ന സ്ത്രീ വന്ന് പറഞ്ഞോ ഞങ്ങൾക്ക് സൗജന്യ യാത്ര വേണമെന്ന്? നമ്മളാരും കേട്ടില്ല. ഒരു നിവേദനവും ഒരു പാർട്ടിക്ക് മുന്നിലോ ഒരു സർക്കാരിന് മുന്നിലോ ഗതാഗത വകുപ്പിന് മുന്നിലോ കേരളത്തിലെ ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീയും ഇന്നേ വരെ വെച്ചിട്ടില്ല.
അപ്പോൾ പിന്നെ നിങ്ങൾ ഒരു ഇലക്ഷൻ പ്രൊപ്പഗാൻഡയായിട്ട് മറ്റിടങ്ങളിൽ പരീക്ഷിച്ച്, കർണാടകയിൽ പരീക്ഷിച്ച്, തമിഴ്നാട്ടിൽ പരീക്ഷിച്ച്, നിങ്ങൾ മറ്റുള്ള കോൺഗ്രസ് സംസ്ഥാനങ്ങളിൽ പരീക്ഷിച്ച് കൊണ്ടുവന്നൊരു സാധനമെടുത്ത് കേരളത്തിൽ കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോൾ ഒരു പഠനവും നടത്താതെ എന്ന് ഓർമ്മിക്കണം. അതും കേരളത്തിൻ്റെ സ്ഥിതി അങ്ങേയറ്റം വ്യത്യസ്തമായിരിക്കെ, വടക്കൻ കേരളത്തിലുള്ളതുപോലെയല്ല തെക്കൻ കേരളത്തിലെ ട്രാൻസ്പോർട്ടേഷൻ്റെ സംവിധാനം എന്ന് പറയുന്നത്. അവിടെ സർക്കാർ വാഹനങ്ങളുടെയും സ്വകാര്യ വാഹനങ്ങളുടെയും അനുപാതം പല തരത്തിലാണ്. ഓരോ 100 കിലോമീറ്റർ കഴിയുന്തോറും ആ അനുപാതം വല്ലാത്ത രീതിയിൽ വ്യത്യാസമാകുന്നത് കാണാം. ഇതിനെക്കുറിച്ചൊരു ശാസ്ത്രീയ പഠനവുമില്ലാതെ, ഒരു മുന്നൊരുക്കവുമില്ലാതെ, ഇത് ആർക്ക് കൊടുക്കണമെന്ന് പോലും നിശ്ചയിക്കാതെ, ഏതൊക്കെ വാഹനങ്ങളിൽ കൊടുക്കാം എന്നത് പോലും ഇല്ലാതെ തിരഞ്ഞെടുപ്പിൻ്റെ 4 വോട്ടിന് വേണ്ടി കൊണ്ടുവന്നൊരു പദ്ധതി, ഒടുവിൽ ആ പദ്ധതി തിരിച്ചടിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. 2 കാര്യങ്ങളാണ്. അതിൽ ഞാൻ അന്നും ഇന്നും എടുത്തൊരു നിലപാടുണ്ട്. ഇത് സ്ത്രീകളെ യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ, എംപവർമെൻറ്റിനെ സഹായിക്കുന്നുവെങ്കിൽ നമ്മളിതിനെ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ മുന്നൊരുക്കങ്ങളില്ലാതെ കൊണ്ടുവന്ന ഈ പദ്ധതി കാരണം ഇപ്പോൾ 2 ക്രൈസിസിൽപ്പെട്ടിരിക്കുക. ഒന്ന് KSRTC, അത് സർക്കാരിൻ്റെ ഔദാര്യത്തിൽ കഴിയേണ്ടി വരുന്ന ഒരു കോർപ്പറേഷനായിട്ട് മാറുന്നു. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രൈവറ്റ് ബസ് ഇന്നിപ്പോൾ കട്ടപ്പുറത്തിരിക്കുന്ന അവസ്ഥയിലാണ്. അവിടുത്തെ തൊഴിലാളികളും അവിടുത്തെ പ്രൈവറ്റ് ബസ് ഓടിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെ പരിഹരിക്കാമെന്നറിയുന്നില്ല. ഒടുവിൽ മന്ത്രിയോട് ചോദിച്ചപ്പോൾ മന്ത്രി പറഞ്ഞ വാദം എന്നെ ഞെട്ടിച്ചു. ഇത് ആദ്യമായിട്ടല്ല കേട്ടോ മന്ത്രി കുഴപ്പത്തിലാവുന്നത്. മന്ത്രി പറഞ്ഞത്, നിങ്ങൾ മറ്റെന്തെങ്കിലുമൊക്കെ വരുമാനം കണ്ടെത്തണം. സ്വകാര്യ ബസ് ഉടമകൾ മറ്റെന്ത് ജോലി ചെയ്തിട്ടാണ് അവരുടെ മേഖലയിൽ വരുമാനം വർദ്ധിപ്പിക്കേണ്ടത്? പരസ്യം കൊടുക്കുക, ഇതൊക്കെ ഒരു പരിധിയില്ലേ എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു മുന്നൊരുക്കവും ഇല്ലാതെ കൊണ്ടുവന്നു. എന്നിട്ട് പറയുകയാണ് 100 ദിവസത്തെ പൈലറ്റ് പ്രോജക്റ്റായിട്ട് ഇത് കൊണ്ടുവരികയാണ് എന്നാണ് പറഞ്ഞത്. എപ്പോൾ? നടപ്പാക്കുന്ന സമയത്ത്. ഇതിനെക്കുറിച്ച് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു മുന്നൊരുക്കവും ഇല്ലാതെ കൊണ്ടുവന്ന് സർക്കാർ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ആദ്യം പറഞ്ഞതെല്ലാം വിഴുങ്ങുന്നു. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് പറയേണ്ട, മറ്റൊരു കാര്യവും പറയേണ്ട, അവകാശമാണെന്ന് പറയേണ്ട. പകരം ഇപ്പോൾ അവരെ ലേബൽ ചെയ്യാണ്, അവരെ നെയിം കോൾ ചെയ്യുകയാണ്. അവരെ നമ്മൾ ഈ സാധാരണ ശകാര പേരിടിയിൽ എന്ന് പറയുന്ന ഒരു പ്രൊപ്പഗാൻഡയ്ക്ക് യഥാർത്ഥത്തിൽ CPI വഴിവെച്ചു കൊടുത്തു എന്നതാണ് ഏറെ നിർഭാഗ്യകരമായ കാര്യം. അതുകൊണ്ട് നാളെ ആത്മാഭിമാനത്തോടു കൂടി ഈ വണ്ടിയിൽ കയറാൻ വരുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന മന്ത്രിയുടെ വാക്കുള്ളിൽ കിടക്കുകയാണ്. അയ്യോ, ഞാൻ അഭിനയിക്കുകയാണ് എന്ന് മറ്റേ ആൾക്ക് തോന്നുമോ? ഞാൻ എൻ്റെ മകളെ ഏതെങ്കിലും ഒരു എയ്ഡഡിലോ അൺഎയ്ഡഡ് സ്കൂളിലോ വിട്ടതിന് ശേഷം വണ്ടിയുടെ ഈ സൗജന്യം പറ്റാൻ വരുന്ന ഒരാളായിട്ട് തോന്നുമോ എന്നുള്ള ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് മന്ത്രി ഓർമ്മിക്കേണ്ടതായിരുന്നു. കാരണം അതിന് ഒരു അടിസ്ഥാനവുമില്ല എന്നുള്ളതായിരുന്നു. മന്ത്രിയുടെ കയ്യിൽ കണക്കുണ്ടോ? നമ്മുടെ കഴിഞ്ഞ വർഷത്തെ, നേരത്തെ പിയാസ് സൂചിപ്പിച്ചതുപോലെ, നമ്മുടെ സ്കൂളുകളിൽ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോയിൽ സംഭവിച്ചിരിക്കുന്ന ഡിപ്പിനെ കുറിച്ച് കൃത്യമായ കണക്കുകൾ നമ്മുടെ പബ്ലിക് ഡൊമൈനിൽ ഉള്ളതല്ലേ? പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിദ്യാർത്ഥികൾ കുറഞ്ഞു, നമ്മുടെ അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലും വിദ്യാർത്ഥികൾ കുറഞ്ഞു. 3711 വിദ്യാർത്ഥികൾ കേരളത്തിലെ അത്യാവശ്യം ഉയർന്ന ഫീസ് കൊടുക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു പോയിട്ടുണ്ട് സാർ. പൊതുവിദ്യാലയങ്ങളിൽ നിന്നും കുറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ബർത്ത് റേറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. മൊത്തം നോക്കിയാലും ഈ അൺഎയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി ഇപ്പോഴും പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ ഇന്നിപ്പോൾ 100 പേർ ഈ ബസ്സിൽ കയറിയാൽ, 70 പേർ ഈ ബസ്സിൽ കയറിയാൽ, ഒരു 5 or 10 ആളുകൾ ഒഴിച്ചാൽ ബാക്കി 60 പേരുടെയും കുട്ടികൾ പഠിക്കുന്നത് ഈ പറയുന്ന പൊതുവിദ്യാലയത്തിലാണ്. എങ്ങനെയാണ് അങ്ങനെ ഒരു സാമാന്യവൽക്കരണത്തിന് കഴിയുക? എങ്ങനെയാണ് സാമാന്യവൽക്കരണത്തിന് കഴിയുക? 70 പേരിൽ ഒരു 10 പേരുടെ കുട്ടികൾ ഒരു പക്ഷേ എയ്ഡഡിലോ അൺഎയ്ഡിൽ പഠിക്കുന്നവരുണ്ടാവും. അതിൽ തന്നെ കുറച്ച് കഴിയുമ്പോഴേക്ക് ഹൈസ്കൂൾ ആകുമ്പോഴേക്ക് കുട്ടികളെ പബ്ലിക് വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് കാണുന്നത്. അപ്പോൾ ഒന്ന്, മന്ത്രിയുടെ കയ്യിൽ ഒരു ഡാറ്റയുമില്ല. ഈ കൂട്ടത്തോടു കൂടി സർക്കാർ ബസ്സുകളിലേക്ക് തള്ളിക്കയറാൻ വരുന്നു എന്നുള്ളതാണ്. സാർ, ഇതൊരു ഔദാര്യമായി തീരുന്നത് ആ പ്രയോഗത്തിലാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, വസ്തുതാപരമായിട്ടുള്ള പിശകുള്ളത്, ദാരിദ്ര്യത്തെക്കുറിച്ച് അങ്ങ് പറഞ്ഞ വാചകം എന്നെ ഞെട്ടിച്ചു. ചില പാവപ്പെട്ടവർ പണക്കാരനായും പണക്കാരൻ പാവപ്പെട്ടവരായിട്ടും അഭിനയിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സർ, ദാരിദ്ര്യം ഒരു ചോയ്സ് അല്ല, അത് ഒരവസ്ഥയാണ്. അത് മാർക്സ് അതിനെക്കുറിച്ച് നിർവചിച്ചിരിക്കുന്നത് മുതലാളിത്ത വ്യവസ്ഥയുടെ ചൂഷണ വ്യവസ്ഥയിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരവസ്ഥയുടെ പേരാണ് യഥാർത്ഥത്തിൽ ദാരിദ്ര്യം എന്ന് പറയുന്നത്. അതൊരാൾക്ക് അഭിനയിച്ചുണ്ടാക്കാൻ പറ്റുന്നതല്ല. അഭിനയം ചെറിയ കാര്യമല്ല. പാവപ്പെട്ടവനായി പണക്കാരൻ അഭിനയിക്കുന്നു എന്നാണ്. എന്തിനാണ് സാർ? ഇത് ആരാണ്? ആരെക്കുറിച്ചാണ്? കേരളത്തിൽ ഈ യാത്ര ചെയ്യുന്ന സ്ത്രീകളെ കുറിച്ചാണോ? എന്നിട്ട് പറയുന്നു അടുത്ത സെൻറ്റൻസ്, പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത പെരുമാറ്റം, ബസ്സിന് കാശില്ലാത്ത സ്ത്രീകൾ സ്വകാര്യ സ്കൂളുകളിലേക്ക് കുട്ടികളെ വിടുകയാണ്. അതവരുടെ ചോയ്സാണ് സാർ. അങ്ങനെ ഈ സർക്കാർ ബസ്സിലേക്ക് ഏതെങ്കിലും തരത്തിൽ ഈ സൗജന്യ യാത്ര നിങ്ങൾക്ക് അനുവദനീയമല്ല എന്നൊരു നിബന്ധന കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇത് ബാധകമാണ്. അങ്ങനെ കൊണ്ടുവന്നില്ലല്ലോ. നമ്മൾ ഇതേ വേദിയിലിരുന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ ചില സർക്കാർ സർവീസുകളിൽ ഈ സർക്കാർ ബസ്സുകളിൽ ഹെഡ് മിസ്ട്രസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ പ്രൊഫസർ കാശില്ലാതെ സർക്കാർ ബസ്സിൽ യാത്ര ചെയ്യും. അതേ ബസ്സിൽ തന്നെ ആദിവാസി ഉന്നതിയിൽ നിന്ന് വരുന്ന ഒരു പാവപ്പെട്ട വിദ്യാർത്ഥി ആൺകുട്ടി ഈ കാശ് കൊടുത്ത് യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട് എന്നുള്ളത് നമ്മൾ ഈ ചർച്ചയിൽ ചൂണ്ടിക്കാട്ടിയതാണ്. പക്ഷേ അന്നും പറഞ്ഞു അത് പൊതുവായിട്ട് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു വർഗ വിഭജനം ഈ സ്ത്രീകളുടെ കാര്യത്തിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. എഗ്രീഡ്.
എന്നാൽ അതിൽ ഉറച്ചു നിൽക്കണം. പിന്നീട് അതിനുള്ളിൽ ഒരു വർഗവിഭജനം കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കരുത്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ വേദനിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആത്മാഭിമാനം കാത്തുരക്ഷിക്കുന്ന സ്ത്രീകളാണ് എന്നതാണ്. എന്നിട്ട് അടുത്ത വാചകം പറയുന്നു, സർക്കാർ സ്കൂളിൽ നിന്ന് സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്. എവിടെയാണ് സാർ ഡാറ്റ? ഇന്നിപ്പോൾ ഉത്തര കേരളത്തിൽ സീറ്റ് കോഴ്സുകൾ പുതുതായിട്ട് അനുവദിച്ചിരിക്കുക. എന്തുകൊണ്ടാണ്? അവിടെ +1 +2 സീറ്റ് കിട്ടാനില്ലാത്തത് കൊണ്ട്. പത്തനംതിട്ടയിൽ ഒഴിഞ്ഞു കിടപ്പുണ്ട്. അതിന് കാരണം വേറെയാണ് സാർ. അപ്പോൾ കാരണം നമ്മൾ കണ്ടെത്തേണ്ടത് അവിടെയാണ്. അതല്ലാതെ സ്വകാര്യ സ്കൂളുകളിലേക്ക് കുട്ടികളെ ചേർത്തിട്ട് സർക്കാർ സ്കൂൾ ഒഴിഞ്ഞു കിടക്കുന്നതല്ല. മികച്ച സർക്കാർ സ്കൂളുകളായി നമ്മുടെ സ്കൂളുകൾ മാറിയിട്ടുണ്ട്, പൊതുവിദ്യാലയങ്ങൾ മാറിയിട്ടുണ്ട്. എന്നിട്ട് അടുത്തത്, സർക്കാർ ആശുപത്രി വരാന്തയിൽ തൻ്റെ അച്ഛനെയും അമ്മയും കൊണ്ട് കിടക്കുകയാണ്. ആര്? ദാരിദ്ര്യം അനുഭവിക്കുന്ന അല്ലെങ്കിൽ അഭിനയിക്കുന്ന സ്ത്രീയെക്കുറിച്ചാണ്. ഈ സർക്കാർ ആശുപത്രിയിൽ അടുത്ത കാലത്ത് സാറ് പോയി ചികിത്സ നേടിയിട്ടുണ്ടോ സാർ? സാർ അടുത്ത കാലത്ത് സാറോ സാറിൻ്റെ കുടുംബമോ ഈ തിരുവനന്തപുരത്തോ കോട്ടയത്തോ ആലപ്പുഴയിലോ മെഡിക്കൽ കോളേജിൽ പോയിട്ട് വരാന്തയിൽ കാത്ത് കിടന്നിട്ടുണ്ടോ സാർ? നല്ല പനിയുള്ള സമയത്ത് ജനറൽ ആശുപത്രിയുടെ 9ാം വാർഡിൻ്റെ ഭാഗത്തേക്ക് പോയിട്ടുണ്ടോ സാർ? സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ അഭിനയിക്കാൻ കിടക്കുന്നത് അല്ല സാർ, അവർക്ക് നിവൃത്തികേട് കൊണ്ട് കിടക്കുന്നതാണ് സാർ. അവർ നിവൃത്തികേട് കൊണ്ട് കിടക്കുന്നത്. അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ, കണ്ണേ മടങ്ങുക എന്നൊരു ചിത്രം കേരളത്തിൻ്റെ മനസാക്ഷിയെ പിടിച്ചുലച്ചത് അഭിനയിച്ചു കിടന്ന വൃദ്ധരായിരുന്നില്ല സാർ. ജീവിതത്തിൻ്റെ ഈ ദയനീയ അവസ്ഥയുടെ ഏറ്റവും താഴത്തെ പടിയിൽ ഒരു മനുഷ്യൻ കിടക്കുന്ന അവസ്ഥയായിരുന്നു സാർ. കയ്യിൽ കാശുണ്ടായിരുന്നെങ്കിൽ ഇൻഷുറൻസും ഒക്കെ എടുത്ത് സ്വകാര്യ ആശുപത്രിയിൽ പോകാൻ ഇവിടുത്തെ മിഡിൽ ക്ലാസ്സിനറിയാം. ആ ലോവർ മിഡിൽ ക്ലാസ്സിൽപ്പെട്ട മനുഷ്യർ അവിടെ ഉണ്ട്. അവരെ ദയവ് ചെയ്ത് അപമാനിക്കരുതെന്നുള്ളതാണ് എനിക്ക് രണ്ടാമത് പറയാനുള്ളത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം നോക്കൂ, ഇതിൽ നാളെ ഇത് സൃഷ്ടിക്കാൻ പോകുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് വലിയൊരു പ്രോജക്റ്റ്. ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ പേരിലാണല്ലോ അറിയപ്പെടുന്നത്. ഇന്ദിരാഗാന്ധിയുടെ മക്കൾ എവിടെ പഠിച്ചത്? സർക്കാർ സ്കൂളിലാണോ? ഇന്ദിരാഗാന്ധിയുടെ മക്കൾ പഠിച്ചത് സർക്കാർ സ്കൂളിലല്ല, കൊച്ചുമക്കളും പഠിച്ചത് സർക്കാർ സ്കൂളിലല്ല. ഞാൻ മനസ്സിലാക്കുന്നത് സഞ്ജയ് ഗാന്ധി പഠിച്ചത് കൊളംബസ് സ്കൂളിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് ഡൂൺ സ്കൂളിൽ പഠിക്കുന്നു. രാഹുൽ ഗാന്ധി ആണെങ്കിലും കൊച്ചുമകനാണെങ്കിലും പ്രിയങ്ക ഗാന്ധി ആണെങ്കിലും ഇവരാരും തന്നെ സർക്കാർ സ്കൂളിൽ പഠിച്ചു വന്നവരല്ല. അവരെല്ലാവരും അധികാരത്തിൻ്റെ അല്ലെങ്കിൽ അന്നത്തെ സുരക്ഷാ സംവിധാനങ്ങളുടെയൊക്കെ ഭാഗമായി സ്വകാര്യ സ്കൂളുകളിൽ പഠിച്ചിറങ്ങേണ്ടി വന്നവരാണ്. അങ്ങനെയുള്ളവരെ ദയവ് ചെയ്ത് നിങ്ങൾ അപമാനിക്കരുത് എന്നുള്ളതാണ്. സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾ അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിപ്പോയി CP ജോണിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. CP ജോണിൽ നിന്ന് നമ്മൾ ഒരിക്കലും അത് പ്രതീക്ഷിച്ചിട്ടില്ല. എന്നിട്ട് അതിനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് കടന്നുരുളുകയാണ്. അപ്പോൾ ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു സ്വകാര്യമായ തെരഞ്ഞെടുപ്പല്ല എന്നുള്ളത് എല്ലാവരെക്കാളും നന്നായിട്ട് അങ്ങേക്ക് മനസ്സിലാകുമായിരുന്നു എന്നാണ് കരുതിയത്. പക്ഷേ അങ്ങ് കേവലം സർക്കാരിൻ്റെ ബസ്സിൻ്റെ സൗജന്യ യാത്രയ്ക്ക് വേണ്ടിയിട്ട് തള്ളിക്കയറുന്ന അഭിനയിക്കുന്ന സ്ത്രീകൾ എന്ന മറ്റൊരു പ്രയോഗം നടത്തിയത് കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ച് അത്യധികം വേദനിപ്പിക്കുന്നതാണ്. കാര്യം ഈ സ്ത്രീകൾ ഒരിക്കലും അങ്ങയോടോ അങ്ങയുടെ പാർട്ടിയോടോ കേരളത്തിലെ പൊതുസമൂഹത്തോടോ ഞങ്ങൾക്ക് സൗജന്യ യാത്ര വേണം എന്ന് യാചിച്ചു വന്നിട്ടില്ല. അവർക്ക് ഇപ്പോഴും വലുത് ആത്മാഭിമാനമായിരിക്കും. കയ്യിൽ കുറച്ച് പൈസയുടെ കുറവുണ്ടായിരിക്കും സാർ. ദയവ് ചെയ്ത് അവരെ അപമാനിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ സർക്കാർ ഔദാര്യമാക്കി മാറ്റി CP ജോൺ എന്നുള്ളതാണ്. ആ വാചകം അങ്ങ് പിൻവലിച്ച് മാപ്പ് പറയുന്നതായിരിക്കും അങ്ങയുടെയും മാന്യതയ്ക്ക് നല്ലത് എന്നതാണ് എൻ്റെ ഈ വിഷയത്തിലേക്ക് ഒരു Meet the editors.